പൊതുജനങ്ങൾക്ക് പോലീസുകാർക്കെതിരെ പരാതി നൽകാനുള്ള സംവിധാനമാണ് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി. 2006 പ്രകാശ് സിംഗ് കേസിലെ സുപ്രീം കോടതി വിധിയോടെയാണ് സംസ്ഥാനങ്ങളിൽ അതോറിറ്റി രൂപീകരിക്കപ്പെട്ടത്. അതോറിറ്റിക്ക് മുന്നിൽ പരാതി വന്നാൽ അന്വേഷിക്കാൻ സ്വന്തമായി അന്വേഷണ സംഘമില്ല. അതിനാൽ കേസ് അന്വേഷിക്കാൻ പോലീസിനെ തന്നെ ഏൽപ്പിക്കണം. പോലീസുകാർക്കെതിരായ കേസുകളായതിനാൽ അന്വേഷണം ഉഴപ്പുന്നുവെന്നാണ് പ്രധാന പരാതി. അന്വേഷണത്തിനൊടുവിൽ നടപടിക്ക് ശുപാർശ ചെയ്താലും യഥാവിധി നടപ്പിലാക്കുന്നില്ലെന്നാണ് മറ്റൊരു പരാതി. അന്വേഷണവും നടപടിയും ഈ രീതിയിലായതോടെ അതോറിറ്റിയുടെ പ്രവർത്തനം ഫലമില്ലാതെ പോവുകയാണ്. എല്ലാ ജില്ലകളിലും പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി രൂപീകരിക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. എന്നാൽ സംസ്ഥാനത്ത് ജില്ലാ തലങ്ങളിലുള്ളത് 2 ചെയർമാൻമാർ മാത്രം. ഇവർക്കാണ് എല്ലാ ജില്ലകളുടെയും ചുമതല. അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ഉന്നത ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുവെന്നും പരാതിയുണ്ട്. ഇടുക്കി എസ്.പിക്ക് സമൻസ് അയച്ചതിലേക്ക് നയിച്ച കേസ് ഇതിനൊരു ഉദാഹരണമാണ്. പോലീസ് സ്റ്റേഷനുകളിൽ പരിശോധന നടത്തുന്ന അതോറിറ്റിയുടെ നടപടിക്കെതിരെയും പോലീസിൽ വിമർശമുണ്ട്. പോലീസിനെതിരായ പരാതികൾ കൈകാര്യം ചെയ്യാനുള്ള നിയമപരമായ വേദിയാണ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി. എന്നാൽ മതിയായ സൗകര്യങ്ങളില്ലാത്തതും പോലീസ് വകുപ്പിന്റെ നിസ്സഹകരണവും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയെ നിർജ്ജീവമാക്കിയിരിക്കുകയാണ്. ക്യാമറ പേഴ്സൺ ഡാറ്റസ് വലായതിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.